സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ഇതൊന്ന് വിശ്വസിച്ചേ, ഇതങ്ങ് വിശ്വസിച്ചേ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അങ്ങ് വിശ്വസിക്കൂ. ഈ യേശുവിൻ്റെ ശരീരരക്തം സ്വീകരിക്കുന്ന ആൾ ഇവിടെ വെച്ച് തന്നെ അവൻ്റെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ഒരു ഫൈനൽ ടച്ചപ്പ് ആവശ്യമാണ്. ഇത് പറയുമ്പോഴാണ് വേറൊരു സംശയം സാധാരണ ഉള്ളത്. ഇപ്പോൾ കുർബാനയാണോ കുമ്പസാരമാണോ ഏതാ വലുത്? കുർബാന. പക്ഷേ അപ്പോൾ അവിടെ ഒരു വാക്ക് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ ഒരു വാക്കാണ്. അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. ശരിയാണ്. എന്താണ് ഈ അയോഗ്യത എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ അയോഗ്യത എന്ന് പറഞ്ഞാൽ? ഒരാൾ പറഞ്ഞു. ഇനി വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്താണ് അയോഗ്യത? അപ്പോൾ ഒരുക്കമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പം നമ്മൾ സാധാരണ വിചാരിക്കണത് നമ്മളിൽ കുമ്പസാരിക്കാതെ പല പാപങ്ങളുണ്ടെങ്കിലാണ് അയോഗ്യത. പക്ഷെ അതല്ല അയോഗ്യത. അയോഗ്യത എന്ന് പറയുന്നത് ഈ ദിവ്യകാരുണ്യത്തിൽ, ഈ യേശുവിൽ ഇത് യേശുവാണെന്ന് വിശ്വാസമില്ലായ്കയാണ് അയോഗ്യത. അതുപോലെ തന്നെ ഇപ്പോൾ മാമോദീസ സ്വീകരിക്കാതെ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാണ് അയോഗ്യത. അയോഗ്യത എന്ന് പറയുന്നത് മാമോദീസ സ്വീകരിക്കാതെയോ ഈ മാമോദീസ സ്വീകരിച്ച ആൾ തന്നെ അയാൾക്ക് ഇതിനകത്ത് യേശുവാണെന്ന് വിശ്വാസമില്ല. ചുമ്മാ ആളുകളുടെ കൂടെ ഒന്ന് അയാൾ വഴിക്കുക, അതാണ് അയോഗ്യത. ഇനി ശ്രദ്ധിക്കണം, നമ്മളിവിടെ എല്ലാവരും പറയണത് നീ പാപം ചെയ്തിട്ടേക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് കേട്ടോ. ഈ കുർബാനയിൽ 33 പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമ്പർ കേട്ടോ, 33 പ്രാവശ്യം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? ഈ വിശുദ്ധ കുർബാന നിങ്ങളുടെ പാപങ്ങളും കടങ്ങളും പുറത്ത് നിങ്ങളെ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അതല്ലേ പറയണ മുഴുവനും. സ്ഥാപക വചനത്തിൽ എന്താ പറയുന്നത്? സ്ഥാപക വചനം എന്താ പറയുന്നത്? സ്ഥാപക വചനം വിശ്വാസപ്രമാണം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഞാനിത് ഇങ്ങനെ വായിക്കുകയാണ്. ഇതെല്ലാം വളരെ വലിയ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. എന്താണ് അരുൾ ചെയ്തത്? ശ്രദ്ധിക്കണേ. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. ഇതെന്തിനു വേണ്ടിയാണ്? പാപമോചനത്തിന് വേണ്ടി. അപ്പോൾ പാപമെല്ലാം ഇല്ലാണ്ട് സ്വീകരിക്കണതിൽ എന്താ അർത്ഥമുള്ളത്? ഷോക്കടിച്ചോ നിങ്ങൾക്ക്? അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളിത് വിശ്വസിക്കുന്നില്ല എന്നല്ലേ? അതാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്താ. ഇനി അടുത്തത് ഒരു മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത്, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാലിച്ചു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അനാഫ്ര പ്രാർത്ഥനയിൽ നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങൾ അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്ത് പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയോഗ്യത എന്ന് പറയുമ്പോൾ അപ്പോൾ ഉടനെ സാധാരണ ആർഗ്യുമെൻ്റ് ജൂദാസ് അപ്പം ഭക്ഷിച്ച ഉടനെ പിശാച് കയറി. ഇതൊക്കെ ഓരോ കണക്ഷൻസ് നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പറയാണ്. ജൂദാസ്
പിശാചിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പിശാച് ആരാണ്? സൃഷ്ടിയാണ്. ഇവിടെ കർത്താവ് യേശു ആരാണ് ഇരിക്കുന്നത്? സൃഷ്ടാവായ ദൈവമാണ്. ഈ പിശാച് എപ്പോഴാണ് യൂദാസിൻ്റെ അകത്ത് കയറിയെന്നറിയോ? ഈ അപ്പം എല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം കർത്താവ് യൂദാസിനോട് പറഞ്ഞു, അഥവാ യൂദാസിന് അനുമതി കൊടുത്തു, ഇനി നീ ചെയ്യാനുള്ളത് ചെയ്യുക. അപ്പോൾ പിശാച് അവൻ്റെ അകത്ത്. ഒരു കാര്യം മനസ്സിലാക്കണം, പിശാചിനെ ദൈവം അനുവദിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിശാചിനെ ദൈവം അനുവദിക്കുന്നത് ദൈവത്തിന് അതുമൂലം ഉണ്ടാകുന്ന സകല കാര്യങ്ങൾക്കും ഉപരിശക്തി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ യൂദാസ്, ഇനിയിപ്പോൾ പെട്ടെന്ന് ഇനി അടുത്ത ചോദ്യം പറയുന്നത്, യൂദാസ് നരകത്തിലോ സ്വർഗത്തിലോ? യൂദാസ് ശുദ്ധീകരണ സ്ഥലത്തിലോ? എവിടെയാ യൂദാസ്? യൂദാസ് നരകത്തിൽ പോയോ? കണ്ടോ, ഇവിടെ ഉടനെ പറഞ്ഞു കഴിഞ്ഞില്ല. നിങ്ങളെന്താ പറയണേ? അറിയില്ല. അപ്പോൾ ചിലർ പറയും, കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇവൻ വിനാശത്തിൻ്റെ പുത്രൻ ഒഴിച്ചെല്ലാവരും. ചിലർ പറയും ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു എന്നൊക്കെ. ഇതൊന്നും കൊണ്ടും അവൻ നരകത്തിൽ പോയിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചില വിശുദ്ധർ അഗസ്തീനോസിൻ്റെ എല്ലാം പ്രബോധനത്തിൽ പറയുന്നത് അവൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അപ്പസ്തോലനായിരുന്നു. അവൻ ആരായിരുന്നു? ഒരു അപ്പസ്തോലൻ. 12 അപ്പസ്തോലന്മാരാണ്, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലനായിരുന്നു. അവൻ ആവശ്യമായിരുന്നു. അവൻ അത് കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ചു തിരിച്ചു വന്ന് ഈ 30 വെള്ളിക്കാശും വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അപ്പോൾ നമുക്കറിഞ്ഞൂടാ, അവൻ നരകത്തിൽ പോയി എന്ന് പറയാൻ പറ്റില്ല. കർത്താവ് ക്ഷമിക്കുന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല അവൻ അതുകൊണ്ടെന്താ, യേശു മരിച്ചു കഴിയുമ്പോൾ അതിന് എനിവേ നമ്മൾ ഒരുപാട് ഡിസ്പ്യൂട്ടിലേക്ക് പോയാൽ മുഴുവനൊന്നും എനിക്കും അറിഞ്ഞുകൂടട്ടോ, വെറുതെ എന്നെ ശ്രമിപ്പിക്കല്ലേ. ഞാനിതിൻ്റെ ഒരു സൂചനകൾ തരികയാണ്. വിശദമായിട്ട് നിങ്ങൾ തന്നെ പഠിക്കണം. പഠിക്കാനുള്ള റൂട്ട് ഞാൻ പറഞ്ഞുതരാം. റൂട്ട് അഗസ്തീനോസിൻ്റെ പുസ്തകത്തിൽ ഈ യൂദാസിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ എഴുതിയിട്ടുണ്ട്. അഗസ്തീനോസിൻ്റെ ലൈൻ ഓഫ് തോട്ട് എന്താണെന്നറിയാമല്ലോ. അത് ഓരോരുത്തരും ലൈൻ ഓഫ് തോട്ട് എന്ന് പറയും. അഗസ്തീനോസ് കൃപയുടെയും കരുണയുടെയും ആളാണ്. അഗസ്തീനോസിൻ്റെ എല്ലാം കൃപയും കരുണയും നിറഞ്ഞു കവിയുന്ന കാര്യങ്ങളാണ്. കാരണം അയാളൊരു പാപിയായിരുന്നു. അതുകൊണ്ട് അയാൾ അനുഭവിച്ചു. ഇത് തന്നെയാണ് പൗലോസ് അത് തന്നെ പറയണത്, ഞാനൊരു പാപിയായിരുന്നു, പാപികളിൽ ഏറ്റവും വലിയ ആൾ. എനിക്ക് ധൈര്യമായിട്ട് പറയാം, കർത്താവ് ശമിക്കുക പാപികളെ ക്ഷമിക്കാനായിട്ട് വന്നതെന്ന് എൻ്റെ ഈ സാക്ഷ്യത്തിലൂടെ എന്നൊക്കെ പറയണം. ഇതെല്ലാം പറഞ്ഞിട്ടും നമുക്ക് വിശ്വാസമാവണില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്താ നമ്മുടെ കുറവ്? വിശ്വാസക്കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തൊരു കാര്യം വിട്ടുപോയ മാതിരി ഇവിടെ അയോഗ്യത. താങ്ക് യു. അതിൻ്റെ ഈ കാറ്റഗിസത്തിൽ നിന്ന് ഞാൻ അതിൻ്റെ ഒരു ടീച്ചിങ് പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു റെഫറൻസ് ഉണ്ട്. നമ്മൾ ചെറിയ പാപങ്ങൾ, അതേസമയത്ത് മാരകമായ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരിച്ചിട്ട് സ്വീകരിക്കാവൂ, അതും പറയുന്നുണ്ട്. എന്നാൽ മറ്റുള്ള ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ പശ്ചാത്തപിക്കുക. എല്ലാ കുർബാനയിലും ഒരു പശ്ചാത്താപ ശുശ്രൂഷ ഉണ്ടല്ലോ. ആ പശ്ചാത്താപ ശുശ്രൂഷയിൽ നമ്മൾ പശ്ചാത്തപിച്ച് കുർബാന സ്വീകരിക്കാവുന്നതാണ്. അയോഗ്യത എന്ന് പറയുന്നത് പാപമല്ല എന്നതാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. കാരണം വിശുദ്ധ കുർബാന എന്തിനു വേണ്ടിയാണ്? പാപികൾക്ക് വേണ്ടിയാണ്, പാപം ക്ഷമിക്കുന്നതിന് വേണ്ടിയാണ്. എവിടെയത്? 1391 തോന്നുന്നു. 1391 കേട്ടോ. ഈ നമ്പറൊന്ന് എഴുതി വെച്ചോ. ദിവ്യകാരുണ്യ സ്വീകരണം ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഐക്യം വളർത്തുന്നു. ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഐക്യം വളർത്തുന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രധാന ഫലം
യേശുക്രിസ്തുവുമായുള്ള അതല്ല 1393 അതൊക്കെ ഇതിനെ സംബന്ധിച്ച് തന്നെയാണ്. 93 എപ്പോഴും കണ്ടോ, എൻ്റെ മനസ്സിൽ ആദ്യം ഈ 91 വരുള്ളൂ എന്നും. അതെ, ഞാൻ ആദ്യം 91 വായിക്കും, പിന്നെ 93 പോകും. അപ്പോൾ ആദ്യം പഠിക്കണ നേരത്തെ അത് കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നമുള്ളത്. അതുപോലെ 1-2 വചനം അറിയാം. ഞാൻ പറയും മത്തായി 11:52. 11 13:52 ആ പുതിയതും പഴയതെന്നുള്ളത്. കാരണം നമ്മുടെ അകത്തത് ആദ്യം രജിസ്റ്ററായി കിടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വചനം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ആദ്യം പഠിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ ആ തെറ്റായിട്ട് പഠിച്ചത് അങ്ങനെ തന്നെ കിടക്കും. അത് ഒരു ഉദാഹരണം പറയാം. ഓക്കെ, 1393 ദിവ്യകാരുണ്യ സ്വീകരണം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുന്നു. ദിവ്യകാരുണ്യത്തിൽ നാം സ്വീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരം നമുക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. നാം പാനം ചെയ്യുന്ന രക്തം പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെട്ടതാണ്. ഇക്കാരണത്താൽ നമ്മെ കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാതെയും ഭാവി പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കാതെയും നമ്മെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്താൻ ദിവ്യകാരുണ്യത്തിന് കഴിയുകയില്ല. അതായത് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ 2 കാര്യം നടക്കുന്നു. ഒന്ന്, പഴയ പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം. 2, ഇനി ഭാവി പാപങ്ങളിൽ വീഴാതെ കൃപ കൊണ്ട് നിറയുന്ന ഒരു സംരക്ഷണം. ഇത് 2ഉം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ അയോഗ്യത, അപ്പം അതിൻ്റെ വിശ്വാസത്തിൻ്റെ തലത്തിലുള്ള ഒരു വിശ്വാസം വളരാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ വിചാരിക്കണം, ഞാൻ പാപത്തോടെയാണ് സ്വീകരിക്കണമെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ പശ്ചാത്തപിച്ച്. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ആ വിശുദ്ധ കുർബാനയിലൂടെയുള്ള പാപമോചനത്തിൽ വിശ്വസിക്കുന്നില്ല. വിശുദ്ധ കുർബാനയാണ് പാപമോചനത്തിൻ്റെ ആദ്യത്തെ ഏറ്റവും പ്രധാന കൂദാശ. ആ കൂദാശയിൽ നിന്നാണ് കുമ്പസാരം ഉണ്ടാവുന്നത്. ഈശോ കുരിശിൽ പാപം മോചിച്ചില്ലായിരുന്നെങ്കിൽ കുമ്പസാരത്തിൽ മോചനം കിട്ടുമോ? അപ്പോൾ കുമ്പസാരത്തിൽ പാപമോചനം കിട്ടുന്നത് ഈശോയുടെ കുരിശിലെ ബലിയിലൂടെയാണ്. ആ കുരിശിലെ ബലിയിൽ തന്നെ നമ്മൾ ഭാഗമാകുമ്പോൾ നമുക്ക് പാപമോചനം കിട്ടുന്നു. എന്നാൽ ചില പാപങ്ങൾ പറഞ്ഞ് ഏറ്റുപറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ അത് വേറൊരു കൂദാശ നമ്മുടെ അഡ്വാൻറ്റേജിന് തന്നിരിക്കുകയാണ്. മറിച്ച് ചെറിയ പാപം ഉണ്ടെങ്കിൽ ഞാൻ കുർബാനയെ കൊള്ളൂട്ടാ എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ കുർബാനയിൽ ഇത്രയും വലിയ പാപമോചനവും ഇത്രയും വലിയ കരുണയും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിലാണ് വീണ്ടും വിശ്വസിക്കുന്നത്. ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്ന, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എവിടെ പോയത്? അവിടെ എഴുതിയിരിക്കുന്നത് ഇതൊരു ഔഷധമാണെന്നെന്താ? നാം കുർബാന സ്വീകരിക്കുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം പ്രഘോഷിക്കുന്നു. നാം കർത്താവിൻ്റെ മരണം പ്രഘോഷിക്കുന്നുവെങ്കിൽ നാം പാപങ്ങളുടെ പൊറുതി പ്രഘോഷിക്കുകയാണ്. അവിടുത്തെ രക്തം ചിന്തപ്പെടുമ്പോഴെല്ലാം അത് പാപങ്ങളുടെ മോചനത്തിനായി ചിന്തപ്പെടുന്നുവെങ്കിൽ എൻ്റെ പാപങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ എപ്പോഴും അത് സ്വീകരിക്കണം. ഞാൻ എപ്പോഴും പാപം ചെയ്യുന്നത് കൊണ്ട് എനിക്കെപ്പോഴും ഒരു പ്രതിവിധി ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പം നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്വർഗം കഴിഞ്ഞു, ശുദ്ധീകരണ സ്ഥലം കഴിഞ്ഞു, ഇനി നരകത്തിലേക്ക് പോവാം. എന്താ
അത് ഇപ്പം നമ്മളിപ്പോൾ അവരെ തിരുത്താൻ പോകേണ്ട കാര്യമില്ല. അവർ അത് പറഞ്ഞു. നമ്മൾ ഒരുങ്ങി കുമ്പസാരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താ ഒരുക്കം എന്നുള്ളത്. എന്താ പറഞ്ഞേ? കുമ്പസാരിച്ചോന്നേ, കുമ്പസാരിക്കണം എന്നാണ് ഞാൻ പറയണത്. പക്ഷെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അപ്പോൾ പിന്നെ എന്താണ് ഈ കുർബാനയിൽ നടക്കുന്നത്? ഇവിടെ ഈ കുർബാനയിൽ മുഴുവനുള്ള പ്രാർത്ഥന എന്നാ പ്രാർത്ഥിക്കണ്ടല്ലോ. ഇത് പാപമോചനത്തിനായിട്ടാണ് തന്നെന്നുണ്ടെങ്കിൽ കുമ്പസാരിക്കണം. പക്ഷേ എന്ന് വിചാരിച്ച് ഓക്കെ വേറൊരു പോയിന്റ്, ഇന്ന് നിങ്ങൾ കുമ്പസാരിച്ചു, ഇന്ന് കുമ്പസാരിച്ചു, നാളെ രാവിലെ കുർബാനയ്ക്ക് പോകാണ്, അതിൻ്റെ ഇടയ്ക്ക് പാപമൊന്നും ചെയ്യൂലേ? ചെയ്യോ ഇല്ലയോ? ചെയ്യാൻ സാധ്യതകളുണ്ടോ ഇല്ലയോ? പറയേ. ഇന്ന് കുമ്പസാരിച്ചു, നാളെ രാവിലെ കുർബാനയ്ക്ക് പോകുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്തോരം പാപം ചെയ്യണേ? അതാണ് മാരകപാപം ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ പോയി കുമ്പസാരിക്കണം. പക്ഷേ മാരകപാപം അല്ലാതെ ലഘുപാപങ്ങൾ നിങ്ങൾ ഇന്ന് കുമ്പസാരിച്ച് നാളെ പിന്നെ എന്ത് ചെയ്യും? എല്ലാ ദിവസവും കുമ്പസാരിക്കണോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഇതാണ്. ഇപ്പോഴും നമ്മുടെ പാപം ഇങ്ങനെ നിൽക്കണത്. നമ്മൾ കർത്താവ് ഈശോ മിശിഹ ഈ ദിവ്യബലിയിലൂടെ യേശുവിൻ്റെ കുർബാനയിലൂടെ ഇത്രയും അനന്തമായ ഒരു പാപമോചനം നൽകിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കട്ടെ കേട്ടോ, ഇപ്പോൾ മനസ്സിലാവും. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വളർത്തണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കണമേ. ഓക്കെ, ചോദ്യം ഇതാണ്. ഈശോ അത് ചോദിച്ചോ? ഞാനിവിടെ ഈശോ ഗെത്സമനിയിൽ ഭയാനകമായ പീഡ അനുഭവിച്ച് രക്തം വിയർത്തു. ചോദിച്ചോ എന്താണ് യേശു രക്തം വിയർത്തതിൻ്റെ കാരണം? യേശു രക്തം വിയർത്തതിൻ്റെ കാരണം എന്താ യേശു രക്തം വിയർത്തതിൻ്റെ കാരണം? ഓക്കെ, പിന്നെ എന്തെങ്കിലും കാരണം? എന്താ യേശു രക്തം വിയർത്തതിൻ്റെ കാരണം? എന്താണ്? എന്താ പറഞ്ഞേ? യേശു ക്രിസ്തു അനുഭവിക്കാൻ പോകുന്ന പീഡകളെക്കുറിച്ച് ഓർത്തിട്ട്. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? അപ്പോൾ കേട്ടോ, ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ട്. സാധാരണ ഒരുപാട് പേര് പറയാറുള്ളത് ഇത് തന്നെയാണ്. പിന്നെയും പറയും ഈശോ ഇത്രയും പീഡ അനുഭവിച്ചിട്ടും മനുഷ്യൻ ഇതൊന്നും അനുസരിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത് ഓർത്തിട്ട്. ഇതൊന്നുമല്ല. അവിടെ ആ ചേച്ചി പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞേ. കർത്താവ് ഈശോ മിശിഹ ലോകം മുഴുവൻ്റെയും പാപം ഏറ്റെടുത്തു. ആ സമയത്ത് ഏറ്റെടുത്തപ്പോൾ പാപമില്ലാത്തവൻ പാപമായി തീർന്നപ്പോൾ ആ പാപത്തിൻ്റെ വേദനയാണ് ഈശോ അനുഭവിച്ചത്. പക്ഷെ സാധാരണ ആരും ആ പോയിന്റ് മനസ്സിലാവുന്നില്ല ആർക്കും. എന്തുകൊണ്ടാണ്? നമ്മളൊരു ചടങ്ങായിട്ട് കുർബാനയ്ക്ക് പോകണം, കുർബാന സ്വീകരിക്കും. എന്താണ് ഈ കുർബാനയിൽ സംഭവിക്കുന്നത്? ഈ കുർബാന യേശു പാപം ഏറ്റെടുത്ത് മനുഷ്യവർഗത്തിന് വിമോചനം നടത്തിയ ആ ബലി തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സിദ്ധാന്തം എല്ലാവരും പറയുന്നത് കൊണ്ട് കുമ്പസാരിച്ചാൽ പാപമോചനം കിട്ടും. അപ്പോൾ കുമ്പസാരത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ, കുർബാനയ്ക്കല്ല. കുമ്പസാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്ന് പറയാനില്ല. പക്ഷേ കുമ്പസാരിച്ച് കഴിഞ്ഞ് ഒരു ദിവസത്തിനകത്ത് എങ്ങനെയായാലും എന്തെങ്കിലും ചെറിയ പാപം എല്ലാവരും ചെയ്തു പോകുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് അതാ ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ വായിക്കണം. ഈ കുർബാന പുസ്തകം വായിക്കണം. കുർബാനയിലല്ലാണ്ട് വീട്ടിലിരുന്ന് വായിക്കണം. വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ ഇതിലെന്നിട്ട് അടിവരയിടണം. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് ഈ കുർബാന നിങ്ങളുടെ പാപങ്ങളും കടങ്ങളും മോചിപ്പിച്ചു, നിങ്ങളുടെ കടപ്പത്രം തിരിച്ചു വാങ്ങി എന്ന് വരെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്.
അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു ദിവസം ഒന്ന് നിങ്ങൾ കുർബാന അർപ്പിച്ച് നോക്ക്. കർത്താവേ, എൻ്റെ സകല പാപങ്ങളും ഈ ഒരു കുർബാനയിലൂടെ, ഒരു കുർബാന എന്നത്തേക്കുമായിട്ടുള്ള കുർബാനയാണ്. ഈ കുർബാന കഴിഞ്ഞ് നമ്മൾ മരിച്ചു, നമ്മളെവിടെ പോവും? നമ്മൾ നേരെ സ്വർഗത്തിൽ പോവും. ഇത് വിശ്വസിക്കുമ്പോഴാണ് ഈ കുർബാനയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ചടങ്ങ്. കുർബാന കാണാൻ പോയി ഞാൻ, മോനെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോടാ, ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി. അപ്പോൾ ഇതെല്ലാം ഇനിയെന്തെങ്കിലും. അപ്പം ഞാൻ കുമ്പസാരിക്കേണ്ടെന്നല്ല പറയണേ, കുമ്പസാരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കണേ. ഇപ്പം സഭയുടെ പ്രബോധനങ്ങളിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ് ഞാൻ വായിച്ചത്. കുമ്പസാരിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അയോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ പാപമല്ല. അയോഗ്യത, കർത്താവ് ഈശോ മിശിഹ വന്നത് പാപം ഏറ്റെടുക്കാനല്ലേ? മരിച്ചപ്പോൾ കറക്റ്റ്, അതാണ്. അതായത് അതിനെ ഞാൻ വേറെ വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഈശോ കുരിശിൽ മരിച്ച അതേ മരണം തന്നെ ഈ ദിവ്യബലിയിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കുരിശിൽ അർപ്പിച്ച ബലി, എല്ലാവരും ശ്രദ്ധിക്കണേ, അത് അർപ്പിച്ചപ്പോൾ തന്നെ ആ ബലി അനന്തതയിലേക്ക് പ്രവേശിച്ചു. കാരണം ഈശോ അനന്തനാണ്. ഈശോ അർപ്പിച്ച ബലി നിത്യമായ ഒരു ബലിയാണ്. ഈശോ നിത്യപുരോഹിതനാണ്. മനസ്സിലായി ഇല്ലേ? സംശയമില്ലല്ലോ. ഒന്നുകൂടി പറയാം. ഈശോ നിത്യപുരോഹിതനായ ഈശോ അർപ്പിച്ച ബലി നിത്യതയിലേക്ക്, അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ അനന്തതയിലേക്ക് പ്രവേശിച്ച ബലി അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല അർപ്പിച്ചത്. ആർക്ക് വേണ്ടിയാണ്? എല്ലാ കാലവും ജീവിക്കാൻ പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ്, ആളുകൾക്ക് വേണ്ടിയാണ് ഇത് അർപ്പിച്ചത്, ഇല്ലേ? അപ്പോൾ ആ അനന്തതയിലേക്ക് പ്രവേശിച്ച ബലിയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നു, കൂദാശയിൽ പ്രവർത്തിക്കുന്നു, നമ്മളിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെ ഈ അനന്തതയിലേക്ക് പ്രവേശിച്ച ബലി ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി കൂദാശയായിട്ട് ആ ബലിയിൽ, അന്ന് നടന്ന ആ ബലിയിൽ നമ്മളിവിടെ പങ്കുചേരുന്നു. അപ്പോൾ അത് ഒരു റിപ്പീറ്റേഷൻ അല്ല, മറിച്ച് റീ എനാക്ട്മെൻ്റ് എന്ന് പറയും. റീ എനാക്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ പുനരാവിഷ്കരണമാണ്. അനന്തതയിലേക്ക് പ്രവേശിച്ച ബലിയിൽ പ്രവർത്തിച്ച ആ അനന്തമായ ആത്മാവ് ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ ദിവസത്തിൽ ആ ആത്മാവ് ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്കായിട്ട് അന്ന് നടന്ന ബലിയിൽ പങ്കാളിയാക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇതെല്ലാം ഈ അമ്മച്ചി പറഞ്ഞ മാതിരി, എന്താ അമ്മച്ചി പറഞ്ഞത്? നിഗൂഢ രഹസ്യങ്ങൾ. ഈ നിഗൂഢ രഹസ്യങ്ങൾ നമ്മളങ്ങ് മനസ്സിലാക്കുമ്പോഴാണ് വിശുദ്ധ ബലി എന്തോ ഒരു വലിയ അനുഭവമാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു ധ്യാനത്തിൽ ബാക്കി അതിനെക്കുറിച്ച് കേൾക്കാം. സാധാരണ ഇനി അടുത്ത പോയിന്റ് എന്താ? നരകം. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ കേട്ട കാര്യങ്ങളിൽ ഞങ്ങളിൽ സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾ ഞങ്ങളുടെ ആത്മാവിൽ ഈ സംശയങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ മാറ്റിത്തരണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ സംശയങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ. ഞങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ചും യോഗ്യതയോടെ അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചും എല്ലാമുള്ള സംശയങ്ങൾ അങ്ങ് തന്നെ മാറ്റിത്തരണമേ. എന്താണ് നരകം? 1933 ട്രാക്ക് മാറ്റാം.